ഹായ് കേരറ്റ്സ് ജയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് നിങ്ങളും 2025-26 SSCGD തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണ് എങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം വീഡിയോയിൽ പറയാൻ പോകുന്ന സബ്ജക്ട് എന്താണെന്ന് പറഞ്ഞാൽ 2025-26 SSCGDക്ക് വേണ്ടി നിങ്ങൾ ഏതൊക്കെ ടോപ്പിക് കവർ ചെയ്യണം, ഏതൊക്കെ സബ്ജക്ട് കവർ ചെയ്യണം, ഓരോ സബ്ജക്റ്റിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതാണ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമായി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. എൻ്റെ അക്കാഡമിയിൽ നിന്നും 2021, 22, 23, 24 ബാച്ചിലേക്ക്, അതായത് SSCGD ബാച്ചിലേക്ക് ധാരാളം കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. പ്രൂഫ് എല്ലാം ഈ ഒരു വീഡിയോ അവസാനം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ എല്ലാ എക്സ്പീരിയൻസ് ബേസിലാണ് ഞാൻ നിങ്ങളോട് ഇന്നത്തെ സിലബസ് അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വരാൻ പറ്റുന്നതായിരിക്കും. ആൾറെഡി ഞാൻ കഴിഞ്ഞ വീക്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തവണ നിങ്ങൾ SSCGDക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും. അടുത്ത വർഷം നിങ്ങൾ തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീഷൻ ലെവൽ വളരെ കൂടുന്നതായിരിക്കും. കാരണം അഗ്നിവീർ എന്നൊരു സ്കീമിൽ നിന്നും ഔട്ട് ആവുന്ന കുട്ടികൾക്ക് വേണ്ടി 50% റിസർവേഷൻ എല്ലാ ഫോഴ്സിലും സ്റ്റാർട്ട് ആകാൻ പോവുകയാണ്. അപ്പോൾ വേക്കൻസി എന്തായാലും നെക്സ്റ്റ് ഇയർ മുതൽ കുറയുന്നതായിരിക്കും, നിങ്ങളുടെ കോമ്പറ്റീഷനും കൂടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഈ ഒരു ചാൻസ് നല്ലപോലെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഫുൾ വീഡിയോ കാണുക, ഒരു പേപ്പറും പേനയും എടുത്ത് എല്ലാ ടോപ്പിക്കും നിങ്ങൾ നോട്ട് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന സബ്ജക്റ്റും ടോപ്പിക്കും അനുസരിച്ചിട്ടാണ് ആന ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ക്ലാസ്സുകളിൽ. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക, ഈ എല്ലാ ടോപ്പിക്കും അവിടെ കവർ ചെയ്യുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന്. ക്ലിയർ? അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കിരട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ കുട്ടികളെ, ഫുൾ മാർക്ക് നേടാൻ എന്തായാലും നിങ്ങൾ ഈ സിലബസ് എല്ലാം നിങ്ങൾ കവർ ചെയ്തിരിക്കണം. നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ ആൾറെഡി അറിയാലോ. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇതുവരെ SSCGDക്ക് അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ പരമാവധി അദ്ദേഹത്തെ ഒന്ന് കൺവിൻസ് ചെയ്തിട്ട് ഫോം ഫില്ല് ചെയ്യിക്കുക. കാരണം ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് പിന്നെ കിട്ടത്തില്ല. മനസ്സിലായി? ഒന്ന് പറയുക, ഫോം ഫില്ല് ചെയ്യ്. എന്നിട്ട് എന്താണ്, ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ. നോക്കൂ കുട്ടികളെ, ഇത് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് ആണ്. ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയ ലാസ്റ്റ് ഡേറ്റ് 31 ഡിസംബർ ആണ്. ഇന്ന് 26 ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്യുക. പിന്നെ ഈ കറക്ഷൻ വിൻഡോ ഡേറ്റ് കൂടി ഓർത്തിരിക്കണം. നിങ്ങൾ ഫോം ഫില്ല് ചെയ്തപ്പോൾ കിട്ടിയ റിസീപ്റ്റ് എടുക്കുക. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഫസ്റ്റ് ആണ് എക്സാം പാറ്റേൺ. നിങ്ങൾ എക്സാം പാറ്റേൺ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് സിലബസ് അനുസരിച്ച് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതനുസരിച്ച് പഠിക്കുക, എന്നാലേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആർമി GDക്ക് പഠിച്ചിട്ട് SSCGD ക്രാക്ക് ചെയ്യാന്ന് വിചാരിച്ചാൽ ഒട്ടും നടക്കത്തില്ല. മനസ്സിലായി? SSCGDക്ക് പഠിച്ചിട്ട് SSC CHSL അല്ലെങ്കിൽ CGL ക്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒട്ടും നടക്കത്തില്ല. ക്ലിയർ? അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സിലബസ് അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, SSCGDയുടെ സിലബസ് ആണ് പാർട്ട് A, B, C, D. ഡിയിൽ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക്. മലയാളികളെല്ലാം ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആണ്. അതുപോലെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് 13 റീജിയണൽ ലാംഗ്വേജിലും പ്ലസ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിലും എഴുതാം. മലയാളികൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. പക്ഷേ SSCGDക്ക് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ കാണിക്കുന്ന മിസ്റ്റേക്ക് ആണ്, അവർ മലയാളം ചൂസ് ചെയ്യും. മലയാളം ചൂസ് ചെയ്യുകയാണെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. ക്ലിയർ ആയല്ലോ? മലയാളത്തിൽ തയ്യാറെടുക്കുന്ന കുട്ടികളെടുത്താണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ അക്കാഡമിയിൽ 2 രീതിയിലും ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതായത് മലയാളത്തിലും കൊടുക്കും ക്ലാസ്, ഇംഗ്ലീഷിലും കൊടുക്കും. 2 രീതിയിലും അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതേ രീതിയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കൂ കുട്ടികളെ, റീസണിംഗിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, മാക്സിമം മാർക്ക് 40. ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതമാണ്. GKയിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, മാക്സിമം 14. എലിമെന്ററി മാത്തമാറ്റിക്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, 14. ഇംഗ്ലീഷിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, 40. ടോട്ടൽ 60 മിനിറ്റിന്റെ എക്സാം ആണ്. 80 ക്വസ്റ്റ്യൻ അവിടെ വരുന്നതായിരിക്കും. ടോട്ടൽ 160 മാർക്കിന്റെ എക്സാം ആണ്. ഇനി നമുക്ക് ഓരോ അപ്ഡേറ്റ് നോക്കാം. ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നെഗറ്റീവ് മാർക്ക്. ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഈ ഒരു പോയിന്റ്, ഇത്രയും ലാംഗ്വേജിൽ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. നെഗറ്റീവ് മാർക്കിംഗ് 0.25 ആണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ. ക്ലിയർ? ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെയും ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് സബ് ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് മാത്സിൽ നിന്ന് തന്നെ എടുക്കാം. നോക്കൂ കുട്ടികളെ, മാത്സിൽ നിന്ന് ടോട്ടൽ 20 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഇത്രയും പോർഷൻസ് നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. നമ്പർ സിസ്റ്റം, പിന്നെ സിംപ്ലിഫിക്കേഷൻ, HCF, LCM, റേഷൻ പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, പാർട്ണർഷിപ്പ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അവറേജ്, ഡിസ്കൗണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, പൈപ്പ് ആൻഡ് സിസ്റ്റം, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ബോർഡ് ആൻഡ് സ്ട്രീം, മെൻസുറേഷൻ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, പിന്നെ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ, അതായത് വേറെ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന്. നിങ്ങളുടെ ചാൻസ് അല്ലെങ്കിൽ മിസ്സാവുന്നതായിരിക്കും. ടോട്ടൽ 20 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ചാപ്റ്റർ നോക്കുക കുട്ടികളെ, 18 ആണ്. മനസ്സിലായി? എല്ലാം തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഒരു ചാപ്റ്റർ പോലും നിങ്ങൾക്ക് വിടാൻ പാടില്ല. മനസ്സിലായി? ക്ലിയർ? ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിന്റെ, എന്നിട്ട് നിങ്ങൾ ഇതനുസരിച്ച് നിങ്ങൾ പഠിക്കണം. മനസ്സിലായി? ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് നോക്കാം. നോക്കൂ കുട്ടികളെ, നെക്സ്റ്റ് ആണ് റീസണിംഗ്. എന്താണ് റീസണിംഗ്? റീസണിംഗിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നോക്കാം. ബ്ലഡ് റിലേഷൻ, ക്ലോക്ക് ആൻഡ് കലർ
under ranking, Venn diagram, classification, analogy, coding, decoding, പിന്നെ logical arrangement, series, inserting missing character, direction, dice, sitting arrangement, mathematical operation, statement and conclusion, syllogism, mirror and water image, paper folding and cutting, figure series, embedded series, counting, geometrical figures, completion of figures. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഫ്രം റീസണിങ്. ഇതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. 20 ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇവിടെ ഇന്നും. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വീതം. നെഗറ്റീവ് മാർക്ക് എത്രയാണ്? 0.25. അപ്പോൾ റീസണിങ്ങിൻ്റെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യണം. കാരണം എന്താണ്, നിങ്ങൾ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലി അത് ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 സബ്ജക്റ്റിന് അത് പ്രോപ്പറായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ 3 സബ്ജക്റ്റിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയർ കട്ട് ഓഫിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് നിങ്ങൾ 10 ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് കട്ട് ഓഫ് ക്രോസ് ചെയ്യും. ഞാൻ ഈ 3 സബ്ജക്റ്റിന്റെ കാര്യം പറഞ്ഞ GK ഞാൻ തൊട്ടിട്ടില്ല. നെക്സ്റ്റ് ആണ് ഇംഗ്ലീഷ്. നോക്കൂ കുട്ടികൾ, ഇംഗ്ലീഷിന്റെ അപ്ഡേറ്റ് എടുത്താൽ സെന്റൻസ്, ടെൻസ്, ഇഫ് ക്ലോസ്, ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്, സബ്ജക്റ്റീവ് വെർബ് എഗ്രിമെന്റ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, സ്പോട്ട് ദ എറർ, പിന്നെ സെന്റൻസ് ജംബിൾ, കോംപ്രിഹെൻഷൻ, സിനോണിയംസ്, അനോണിയംസ്, വൺ വേർഡ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, മിസ്പെൽഡ്. ഇംഗ്ലീഷിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൊക്കാബുലറി സെക്ഷൻ നിങ്ങൾ നല്ലപോലെ ഇംപ്രൂവ് ചെയ്യണം. വൊക്കാബുലറി സെക്ഷനിൽ നിന്ന് മാത്രം ചില ഷിഫ്റ്റിലേക്ക് 8, ചില ഷിഫ്റ്റിലേക്ക് 10, ചില ഷിഫ്റ്റിലേക്ക് 12 ക്വസ്റ്റ്യൻ വരെ വരാറുണ്ട്. ബാക്കി ഗ്രാമർ പോർഷനിൽ നിന്നാണ് 8 to 10 ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നല്ലപോലെ നിങ്ങൾ വൊക്കാബുലറി സെക്ഷൻ ഇംപ്രൂവ് ചെയ്യണം. വൊക്കാബുലറി സെക്ഷൻ എന്ന് പറയുമ്പോൾ അനോണിയംസ് വരും, സിനോണിയംസ് വരും, വൺ വേർഡ് വരും, മിസ്പെൽഡ് വരും, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് വരും. അങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം വരുന്നത് വൊക്കാബുലറി സെക്ഷനകത്താണ്. ചില ഷിഫ്റ്റിലേക്ക് അനോണിയംസ് മാത്രം 4 വരും, സിനോണിംസ് മാത്രം 5 വരും. അപ്പോൾ തന്നെ 9 ക്വസ്റ്റ്യൻ കവറായി. പിന്നെ 11 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ തന്നെ പിന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് വരും, വൺ വേർഡ് വരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗ്രാമർ പോർഷനിൽ നിന്ന് അറൗണ്ട്ലി 7, 8, 5, 6 അങ്ങനെ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ വൊക്കാബുലറി സെക്ഷൻ നല്ലപോലെ ഇംപ്രൂവ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഗ്രാമർ പോർഷനെ ഇംപ്രൂവ് ചെയ്യണം. സ്ക്രീൻഷോട്ട് എടുത്തോളൂ, എല്ലാം നിങ്ങൾ നല്ലപോലെ കവർ ചെയ്യണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GK ആണ്, അതായത് സ്റ്റാറ്റിക് GK. ഫസ്റ്റ് ആണ് ജോഗ്രഫി. ഇന്ത്യ ബേസിക് ജോഗ്രഫിക്കൽ ഫാക്ട്, ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബറിംഗ് കൺട്രീസ്, ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ, റിവേഴ്സ് ഓഫ് ഇന്ത്യ ആൻഡ് സിറ്റീസ്, ലാൻഡ്സ് ലൈക്ക് ഡാംസ് ആൻഡ് വാട്ടർഫാൾസ്, നാഷണൽ പാർക്ക്, ടൈഗർ റിസർവ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഇന്ത്യൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്, മിനറൽസ് ആൻഡ് സോയിൽസ്, ലെയേഴ്സ് ഓഫ് ദ എയർ, കോണ്ടിനെന്റ്, സോളാർ സിസ്റ്റം. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഫ്രം ജോഗ്രഫി. ജോഗ്രഫിയിൽ നിന്ന് ഇത്രയും പോർഷൻ നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. സ്ക്രീൻഷോട്ട് എടുക്കുക. വേണമെങ്കിൽ ഞാൻ പ്രീവിയസ് സ്ലൈഡൂടെ ഒന്ന് കാണിക്കാം. ഇത് ഫസ്റ്റ് സ്ലൈഡാണ്. ഇനി അടുത്തത് നെക്സ്റ്റ് ആണ്, ഇതിന്റെ ബാലൻസ് ആണ്. ഇത്രയും നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. അപ്പോൾ ജോഗ്രഫി മനസ്സിലായാലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് സബ്ജക്റ്റ് ആണ് പൊളിറ്റി. മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, സിറ്റിസൺഷിപ്പ്, യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ. അതിനകത്ത് തന്നെ ഈ പോർഷൻ എല്ലാം കവർ ചെയ്യണം. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ, ജുഡീഷ്യറി, ആർട്ടിക്കിൾ, ഷെഡ്യൂൾ, പാർട്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്, പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷൻ. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പൊളിറ്റിയിൽ നിന്നും. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന രീതിയിൽ ഇന്ത്യൻ പൊളിറ്റി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റൈറ്റ്സും നമ്മുടെ ലോ എല്ലാം നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ക്ലിയർ? അപ്പോൾ പൊളിറ്റിയിലെ സ്ക്രീൻഷോട്ട് എടുക്കുക. എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്യണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററി. ആൻഷ്യൻ ഹിസ്റ്ററി, ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക് ഏജ്, പിന്നെ ബുദ്ധിസം, ജൈനിസം, മൗര്യൻസ് ആൻഡ് പോസ്റ്റ് മൈന ഡൈനാസ്റ്റി, ദ ഗുപ്ത ആൻഡ് പോസ്റ്റ് ഗുപ്ത, മീഡിയവൽ ഹിസ്റ്ററി വരുമ്പോൾ ഡൽഹി സൽത്തനത്ത്, മറാത്ത ആൻഡ് സിഖ് ഗുരു, പിന്നെ മോഡേൺ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അറൈവൽ ഓഫ് യൂറോപ്യൻ കമ്പനീസ്, റിലീജിയസ് മൂവ്മെന്റ്സ് ഇൻ ദ 19th സെഞ്ചുറി, റിവോൾട്ട് ഓഫ് 1857, INC, ഗവർണർ ജനറൽ വൈസ്രോയി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ നിന്നും. ക്ലിയർ? ഇതും കവർ ചെയ്തിരിക്കണം. 1 or 3 ക്വസ്റ്റ്യൻ ഹിസ്റ്ററിയിൽ നിന്നും വരുന്നതായിരിക്കും. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് കുട്ടികളെ സ്റ്റാറ്റിക് GK. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. SSGD എന്ന് പറയുമ്പോൾ വളരെ വൈഡ് ആയിട്ട് കിടക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് മാത്രം കവർ ചെയ്ത് പോകണം. ടൈം വളരെ കുറവാണ്. എക്സാം ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരിയാണ്. എന്നാലും എനിക്കറിയാം പ്രോപ്പർ ആയിട്ടുള്ള എക്സാം ഡേറ്റ് എപ്പോൾ ആയിരിക്കും എന്ന് ഞാൻ ആൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണം കേട്ടോ കുട്ടികളെ. GKയിൽ നിന്ന് കവർ ചെയ്യേണ്ട പോർഷൻസ് ആണ് ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യ, ഫെസ്റ്റിവൽസ്, ഫോക്ക് ഡാൻസ്, മേജർ പോർട്സ്, കൺട്രി ക്യാപിറ്റൽ, കറൻസി, ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയ്സ്. ഇത് ഹിസ്റ്ററിയിലും വരുന്നുണ്ട് കേട്ടോ. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ടൈഗർ റിസർവ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അവാർഡ്സ്, ഇൻസ്ട്രുമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റാലിസ്റ്റ്, ഫസ്റ്റ് ഇൻ ഇന്ത്യ, മെൻ, വുമൺ, ഡാംസ് ആൻഡ് വാട്ടർഫാൾസ്, സോബ്രിക്യൂട്ട്സ്, റാംസർ സൈറ്റ്, സൂപ്പർലേറ്റീവ്സ്, INC, ISRO, monuments, important days, temples, important space mission, UNESCO, biosphere reserve in India, census of India, sports, space mission, nuclear power plants. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് GKയിൽ നിന്നും. ഇത്രയും നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് 8 to 12 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും സ്റ്റാറ്റിക് GKയിൽ നിന്ന്. ക്ലിയർ ആയാലോ കുട്ടികളെ? ഇതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്യണം. 1 to 3 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 to 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്നും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം. ആ ഓരോ സബ്ജക്റ്റിൽ നിന്നും
ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച്. ഇനി എക്കണോമിക്സിൻ്റെ കുറച്ച് പോർഷൻസ് ഉണ്ട്, അത് ആൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 1 to 2 ക്വസ്റ്റ്യൻ എക്കണോമിക്സിൽ നിന്നുകൂടി വരുന്നതായിരിക്കും. അത് ആൾറെഡി ഞാൻ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കുട്ടികൾ. അതുകൊണ്ട് എക്കണോമിക്സ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. അത് നമ്മൾ ഈ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ GS-ൻ്റെ ഉണ്ട്. GS 1 or 2 ക്വസ്റ്റ്യൻ വരുന്നതാണ്. SSCDക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ എനിക്ക് പറയാനുള്ളത് GS-ന് നിങ്ങൾ അധികം പ്രാധാന്യം കൊടുക്കണ്ട. കാരണം ടൈം വളരെ കുറവാണ് ഈ വർഷം. കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഒക്കെ GS കൂടി നിങ്ങൾ പഠിക്കാൻ ഈ തവണ അത്ര കൂടി നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. GS-ലെ 1 or 2 ക്വസ്റ്റ്യൻ ചില ഷിഫ്റ്റിലാണ് വരുന്നത്, ചില ഷിഫ്റ്റിൽ വരാറില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അത്രയും കവർ ചെയ്യാൻ എന്താണ് ടൈം ഇല്ല. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന 2024-25 നമ്മുടെ ഫുൾ അപ്ഡേറ്റ് ആണ്. നോക്കൂ കുട്ടികളെ, ഇത്രയും കുട്ടികൾ ഫിസിക്കലും എക്സാമും മെഡിക്കലും എല്ലാം പാസ്സായിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 2021, 22, 23 അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ആൾറെഡി പ്രീവിയസ് വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം ആന ഡിഫൻസ് അക്കാഡമിയാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. ഇത്രയും കുട്ടികൾ ഇപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഈ വീക്കിൽ തന്നെ ഇവരുടെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ എല്ലാം കറക്റ്റായിട്ട് ലഭിച്ച് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികൾ. ഇത്രയും കുട്ടികൾ ഇപ്പോൾ വെയിറ്റിംഗിലാണ്. ഇവർക്ക് ഉറപ്പുണ്ട് സെലക്ഷൻ കിട്ടുമെന്ന്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഫൈനൽ അപ്ഡേറ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുന്നതായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ. ഇത്രയും കുട്ടികൾക്ക് നല്ല മാർക്കുണ്ട് അവരുടെ കട്ട് ഓഫിനെ കാട്ടിയും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സിന് ടോട്ടൽ ഫീസ് 2500 രൂപയാണ്. ഈ ഒരു കോഴ്സ് ഫീസിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ലഭിക്കും, റെക്കോർഡ് സെഷൻ ലഭിക്കും, വീക്ക്ലി 7 days ക്ലാസ്സുകളുണ്ട്, സൺഡേയും ഇവിടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഡെയിലി പ്രാക്ടീസ് പേപ്പർ കിട്ടും, 150+ മോക്ക് ടെസ്റ്റ് കിട്ടും. ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. 2024-25 ചോദിച്ച 43 ഷിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ കൂടി ലഭിക്കുന്നതായിരിക്കും. അതായത് 2024 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. അതും മലയാളത്തിൽ ഇംഗ്ലീഷിൽ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു രീതിയിൽ നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടുത്തൽ 100% ഞാൻ ഗ്യാരണ്ടി തരികയാണ്. നിങ്ങൾ പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ സെലക്ഷൻ നേടിത്തരാനും ഞങ്ങൾ റെഡിയാണ്. 100% കോൺഫിഡൻസോടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒട്ടും ലേറ്റ് ആകാതെ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ആന ഡിഫൻസ് അക്കാഡമി എന്ന വാട്സ്ആപ്പ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഉടനെ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഫൈനലി 2 നമ്പർ കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ 2 നമ്പറും സേവ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതേപോലെ ആന ഡിഫൻസ് അക്കാഡമിയിൽ ഏതെങ്കിലും കോഴ്സിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ SSC ഗ്രൂപ്പിലും എത്തിക്കണം. കാരണം എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം സബ്ജക്റ്റ് ഇതാണ്, ടോപ്പിക് ഇതാണ്, ഇതനുസരിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.